ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായി ഇങ്ങനെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ, വാക്സിൻ എടുത്തിട്ടും മരണത്തിന്റെ വാർത്തകൾ വരുമ്പോൾ, ഒരു കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു എന്ന വാർത്ത വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ഈ വാക്സിന്റെ പാളിച്ചയാണോ എന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് വാക്സിൻ ഒരു തരത്തിലുള്ള പാളിച്ചയില്ല, പരാജയപ്പെടുത്തുന്നില്ല വാക്സിൻ എന്ന്. പക്ഷേ അത് കൈകാര്യം ഈ കുത്തിവയ്പ് എടുക്കുന്നതിലും അല്ലെങ്കിൽ വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ പാളിച്ച എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നുണ്ടോ? ഇത് കീപ്പ് ചെയ്യേണ്ടുന്ന അതിൻ്റെ ഒരു താപനിലയുണ്ട്. അത് 2 ഡിഗ്രി മുതൽ 4-6 ഡിഗ്രി വരെയുള്ളത് എന്ന തരത്തിലേക്കാണത്. കൃത്യമായി അത് പാലിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. അതിലെവിടെയാണ്, എവിടെയെങ്കിലും ഒരു പാളിച്ചയുണ്ടോ എന്നുള്ളൊരു സംശയത്തിന് താങ്കൾ എന്താണ് മറുപടി പറയുക, ഡോക്ടർ ഡാനിഷ്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ ആക്ച്വലി ഇച്ചിരി ഒന്ന് ഡൈവേർട്ട് ആയി പോയേനെ. അതായത് റാബിസ് വാക്സിൻ ഫലപ്രദമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ശരിക്കും ഇൻഡയറക്ട്ലി ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം പട്ടി, അതായത് ഇതുപോലെ റാബീസ് കടിച്ചിട്ട്, പട്ടി പേവിഷബാധ ഏറ്റു വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തെരുവുനായി കടിച്ചു വരുന്ന കേസുകൾ ഒന്നും രണ്ടോ ഒന്നും അല്ല. അതായത് ഏകദേശം 1000 അല്ലെങ്കിൽ 10,000 കേസുകളൊക്കെയാണ്, എനിക്ക് കറക്റ്റ് കണക്ക് അറിയില്ലെങ്കിലും അത്രയും കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് മിക്ക കേസുകൾക്കും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഈ കാറ്റഗറി തേർഡ് ആണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നുണ്ട്, അതായത് ആ മുറിവിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷൻ. അത് കൊടുക്കുന്നത് കൊണ്ട് ഏകദേശം നമുക്ക് കുറെ മരണങ്ങൾ തടയാനായിട്ട് പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വാക്സിൻ എടുത്തതിന് ശേഷവും മരണം സംഭവിക്കുന്നു? അവിടെ ഒരു 7 കാരണത്തോളമാണ് എനിക്ക് കാരണങ്ങളായിട്ട് തോന്നിയത്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ആ കടിക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ്. കടിക്കുന്ന സ്ഥലം മുഖവും അല്ലെങ്കിൽ കഴുത്തും ഒക്കെ ആണെങ്കിൽ അത് ബ്രെയിനിലോട്ട് പോകാനുള്ള യാത്ര വളരെ എളുപ്പമാണ്. വൈറസിന് സഞ്ചരിക്കാനുള്ള യാത്ര ആ ചെറിയ ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്നില്ല, വളരെ വേഗത്തിൽ അത് ബ്രെയിനിലെത്തും, സ്പൈനൽ കോഡിലെത്താം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് 15 മുതൽ 30 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സോപ്പും വെള്ളം വെച്ച് കഴുകുക എന്നുള്ളതാണ്. ഇനി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴുകാൻ കഴിയില്ല. ഒരു തുണി വെച്ച് അമർത്തി പിടിച്ച് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തുകയും കഴുകിയിട്ടില്ല എന്ന് ഡോക്ടറോടും നഴ്സുമാരും പറയുകയും ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി അത് ക്ലീൻ ചെയ്യുകയും ചെയ്യും. സോപ്പും വെള്ളം വെച്ച് നല്ലോണം നിർബന്ധമായും ക്ലീൻ ചെയ്യണം. അതിനുശേഷം ചെയ്യേണ്ടത് പൊവിഡിനൈഡിനോ അല്ലെങ്കിൽ ബീറ്റാഡിൻ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം അത് ക്ലീൻ ആയിട്ട് വാഷ് ചെയ്യാൻ. അത് വാഷ് ചെയ്താലും അവിടെ 30-40% നമ്മൾ ഈ റാബീസ് വൈറസിനെ അപ്പോൾ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം കാറ്റഗറി 3 ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്തിരിക്കണം. അത് ഇപ്പം ചില സ്ഥലങ്ങളിൽ അത് സ്റ്റോക്ക് കാണില്ല എന്നുള്ളത് വളരെ പ്രശ്നമാണ്. സ്റ്റോക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ചും ഇതുപോലുള്ള ഈ പേവിഷബാധ ഏറ്റു വരുന്ന കേസുകളുടെ കണക്കുകൾ നമുക്ക് വളരെ കൃത്യമായി ഇപ്പൊ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയകളിൽ ഉറപ്പായിട്ടും ഇമ്മ്യൂണോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കേണ്ടത് മുറിവിന് ചുറ്റുമാണ്. 20 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ കിലോഗ്രാം ആണ് സാധാരണ കൊടുക്കേണ്ട ഡോസ്. എത്ര ആ മുറിവിന് ചുറ്റും കൊടുക്കാൻ പറ്റുമോ എത്രയും അവിടെ കൊടുക്കുക. ബാക്കിയുള്ളത് വാക്സിൻ എടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തോ അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് വേണം കൊടുക്കാൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഒരേ സ്ഥലത്ത് കൊടുക്കരുത്, കൊടുത്താൽ എഫക്റ്റീവ് അല്ല. അതും വളരെ ചില ആളുകൾക്ക് തെറ്റിപ്പോകാറുണ്ട്. അത് മാത്രമല്ല, ഈ എടുക്കുന്നത് സാധാരണ നമ്മൾ ഇടുപ്പിലല്ല ഈ വാക്സിൻ എടുക്കുന്ന ഇടുപ്പിലല്ല, ഡെൽറ്റോയിഡിലോ, അതായത് നമ്മുടെ കൈയിലോ അല്ലെങ്കിൽ ആന്റീരോ ലാറ്ററൽ പാർട്ട് ഓഫ് ദി തൈ, നമ്മുടെ തൊടയിലോ ആണ് വാക്സിൻ എടുക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇമ്മ്യൂണോഗ്ലോബിൻ അല്ല, വാക്സിൻ എടുക്കേണ്ടത് 4 ഡോസാണ് എടുക്കേണ്ടത്. 0, 3, 7, 14. 0 എന്ന് പറഞ്ഞാൽ ആ കടിച്ച ദിവസം എടുത്തിരിക്കണം, പിന്നെ 3 ദിവസം കഴിഞ്ഞെടുത്തിരിക്കണം, പിന്നെ 7 ദിവസം കഴിഞ്ഞെടുത്തിരിക്കണം, 14ാമത്തെ ദിവസം എടുത്തിരിക്കണം. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, HIV പോലുള്ള അസുഖങ്ങളുണ്ട്, സ്റ്റീറോയിഡുകൾ ഒത്തിരി ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വളരെ കുറവാണെങ്കിൽ 5ാമത്തെ ഡോസും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് 28ാമത്തെ ദിവസമാണ്. ഇത് എടുക്കുന്നത് കുറെ നാൾ കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 7 ഡേ ആകുമ്പോഴേ ഇമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വളരെ കാറ്റഗറി 3ക്ക് എന്തുകൊണ്ട് ഇമ്മ്യൂണോഗ്ലോബിൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആന്റിബോഡി കൊടുത്താൽ മാത്രമേ ഈ വൈറസ് പ്രോഗ്രസ് അത് ഈ ചെയ്യാതിരിക്കുള്ളൂ. മുറിവിന് കാരണം ആ ചുറ്റും, താങ്കൾ വൈറസ് പറഞ്ഞ പോലെ മുറിവിന് ചുറ്റും കുത്തിവെക്കുന്നത്, അത് പുറത്തേക്ക് പോകാതെ ഈ മാംസഭാഗത്ത് തങ്ങി നിൽക്കുന്ന തരത്തിലേക്കാകണം അത് കുത്തിവെക്കേണ്ടത്. ഞാൻ വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ യെസ് തന്നെയൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? ആ തരത്തിലേക്കാണ് അത് കുത്തിവെക്കുന്നവർ ഇതേക്കുറിച്ച് അത്രയും എക്സ്പെർട്ടീസ് ഉള്ളവരായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഈ വാക്സിൻ അത് മാത്രമല്ല, കുത്തിവെക്കുന്നത് ഇതിന്റെ ഈ ഇതിന്റെ സൂചിയുടെ പ്രാധാന്യം ചർമ്മം കൂടെ കടന്ന് അവർക്ക് ഒരുപാട് ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടാതെ വരും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ അറിയാൻ പറ്റും, ഡോക്ടർ ഡാനിഷ്?
ഓക്കെ. അതുകൊണ്ടാണ് നമ്മളിത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഇതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. സാധാരണ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലല്ല ഈ ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ ആ മുറിവിന് ചുറ്റും തന്നെ എടുത്തിരിക്കണം. അതിന്റെ ബാക്കിയുള്ളത് അതേ ഭാഗത്ത് കൊടുക്കാതെ മറ്റിടത്ത് കൊടുക്കണം. എനിക്കറിയാം ഇപ്പോഴും രണ്ടും ഒരേ സ്ഥലത്ത് കൊടുത്തിട്ടുള്ള പല സ്ഥലങ്ങളും എനിക്കറിയാം. അതൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് വീണ്ടും. അത് സർക്കാർ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കണം. കാരണം കൃത്യമായ എഡ്യൂക്കേഷൻ 100% മോർട്ടാലിറ്റി ഉള്ള അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായ വാക്സിനേഷൻ എങ്ങനെ കൊടുക്കണമെന്നുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് എയ്ഡിന് CPR ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ ഈ റാബീസ് വാക്സിൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, നമ്മുടെ അടുത്ത് ഈ വാക്സിൻ സ്റ്റോർ ചെയ്തതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നുള്ളത്. അതെ. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വാക്സിൻ സ്റ്റോർ ചെയ്യേണ്ടത്. അതിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ വാക്സിൻ ഇൻഎഫക്റ്റീവ് ആവാൻ സാധ്യത ഉണ്ട്. രണ്ടാമത് എക്സ്പയറി ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചെക്ക് ചെയ്തിരിക്കണം. മൂന്നാമത് ഈ നമ്മൾ കൊടുക്കുന്ന 2 തരത്തിലുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, ഇൻട്രാ മസ്കുലാറും ഉണ്ട്, ഇൻട്രാ ഡെർമലും ഉണ്ട്. ഇൻട്രാ ഡെർമൽ എന്ന് പറഞ്ഞാൽ 0.1 ml മാത്രമേ നമ്മൾ അവിടെ കൊടുക്കാറുള്ളൂ. ഇൻട്രാ മസ്കുലർ ആണെങ്കിൽ 0.5 ml ആണ്. അപ്പം എടുക്കുന്ന നേഴ്സ് ഇൻട്രാ മസ്കുലർ ആണെങ്കിൽ 0.1 ml എടുത്ത് കൊടുത്താൽ അവിടെ ശരി. എഫക്റ്റീവ് ആകില്ല. അങ്ങനെയുണ്ട്.